ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതി അറിയിക്കും. ശബരിമല യുവതീ പ്രവേശനം അനുവദിക്കാം എന്ന മുൻ നിലപാടിൽ മാറ്റം വരുത്തിയാകും സത്യവാങ്മൂലം നൽകുക. ആചാരം സംരക്ഷിക്കപ്പെടണമെന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. അതേസമയം യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്ന് ഹർജിക്കാരായ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ കോടതി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഷപ്ന നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. അടുത്ത മാസം 7 മുതൽ ഈ ഹർജികളിൽ വാദം കേൾക്കാനിരിക്കുകയാണ് 9 അംഗ ബെഞ്ച് ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികളിൽ. ഇതിനകം തന്നെ വാദങ്ങൾ ഈ ദിവസത്തിനുള്ളിൽ വാദങ്ങൾ എഴുതി നൽകണമെന്നായിരുന്നു സുപ്രീം കോടതി നൽകിയിരുന്ന നിർദ്ദേശം. എനിക്ക് തോന്നുന്നു ഇതിനോടകം തന്നെ ഈ 5-6 പേരൊക്കെ എഴുതി നൽകിയിട്ടുണ്ട് അവരുടെ വാദങ്ങളൊക്കെ. സർക്കാരും ദേവസ്വം ബോർഡും ഇന്ന് നിലപാടറിയിക്കും. മുൻ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ആചാര സംരക്ഷണത്തിനൊപ്പമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം ഷപ്ന? എപ്പോഴാകും ഇക്കാര്യങ്ങളൊക്കെ AG കോടതി അറിയിക്കുക? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഏതെങ്കിലും ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട നിലപാട് ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ലോ സെക്രട്ടറിയും അതോടൊപ്പം അഡ്വക്കേറ്റ് ജനറലും സർക്കാർ അഭിഭാഷകരും ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു. അതിനുശേഷം അഫിഡവിറ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തിയായിരിക്കും പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുക. 2018 സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന സുപ്രീം കോടതി വിധി അതിനുശേഷം 2019 സംസ്ഥാന സർക്കാർ ഒരു അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അന്ന് യുവതീ പ്രവേശനം ആകാം എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. കാരണം യുവതികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം പാടില്ല. മതപരമായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പുരുഷനും സ്ത്രീക്കും സമാനമായ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ആർട്ടിക്കിൾ 14-ന്റെയും ആർട്ടിക്കിൾ 25-ന്റെയും ലംഘനമായി പോകും എന്ന സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരും ശരിവെക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് സത്യവാങ്മൂലത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല സംരക്ഷണ സമിതിയുടെ അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉണ്ടായി. ഹർത്താലുകൾ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നീടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സുപ്രീം കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നത്. സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് ഇതിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വിവിധ മതങ്ങളിലെ സ്ത്രീകളുടെ മത ആചാരവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിനിടെയാണ് കേരളത്തിലെ ശബരിമല വിഷയവും കോടതി പരിഗണിക്കുന്നത്. ഏപ്രിൽ 7, 8, 9 തീയതികളിലും 14, 15, 16 തീയതികളിലുമായിരിക്കും ഇതുമായി വാദം കേൾക്കുക എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് അഫിഡവിറ്റ് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഏതായാലും നിലപാട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതുകൊണ്ടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏതായാലും മുൻ നിലപാട് തിരുത്തി ഇന്ന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ആലോചന നടത്തുന്നത്. ഏതായാലും മുൻ നിലപാടിൽ നിന്ന് മാറി ആചാരം സംരക്ഷിക്കണം എന്ന നിലപാട് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുക. അതിനായി വിശദമായ സത്യവാങ്മൂലം തയ്യാറായി കഴിഞ്ഞു. ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കും. ഓക്കെ ഷപ്ന, ശരി.